ഡിന്നർ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ ഇങ്ങനെ നടന്നു വരാൻ നേരത്താണ് ഇവിടെ ഒരു സർപ്രൈസ്. ബോറടിച്ചോ? പക്ഷെ ഞാൻ കൊടുക്കും. ഇച്ചാൻ അപ്പുറത്ത് കിടക്കുന്നു, ഞാൻ ഇപ്പുറത്ത് കിടക്കുന്നു, പിള്ളേരെ നമ്മൾ അപ്പുറത്ത് കിടക്കുന്നു. ഞാനിപ്പോ എന്താ മീൻ വറുത്തോണ്ടിരിക്കുകയാണ് റിസോർട്ടിൽ. സ്വീറ്റ് ശരിക്കും ഇതെനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരുന്നു. ഹായ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്ന് വീണ്ടും പോണേ മൂന്നാറ്. എന്നിട്ട് പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് പോണത് ഒരു റിസോർട്ടിലേക്കാണ്. ഫുൾ സ്റ്റേക്കേഷനും റിസോർട്ട്. നമ്മളപ്പം ട്രിപ്പ് ഉറങ്ങി ഇവിടെ വരെ എത്തി അല്ലേ? ഉറക്കമായോ ഓണെന്ന് രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഉറങ്ങി ഡ്രൈവ് ചെയ്യാനുണ്ട്. സേരിപ്പ പാപ്പച്ചിട്ടാ ഇത് മൂന്നാർ കയറി അല്ലേ ചേ? അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ്. അതെ, മൂന്നാർ ടു 60 കിലോമീറ്റർ ഉള്ളൂ ഇനി ഇവിടെ നിന്ന്. നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടാണ്. ജോനെ കണ്ടാലറിയാ ചത്തിരിക്കണേന്ന്. ഇല്ല, അങ്ങനെ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എനിക്ക് വല്ലാത്ത എന്തോലൊക്കെ ഉണ്ട്. നാലും ഇവിടെ വെള്ളം ഉണ്ടാവാറില്ല. ഇന്ന് വെള്ളമുണ്ട് ഇവിടെ. അതായത് ഞങ്ങൾ നമ്മൾ ചൂട് സമയത്ത് വന്നേക്കണം. അതാണ് നമുക്ക് വെള്ളം കാണാൻ. ഞാൻ ഇതാണ് ചീയപ്പാറ വാട്ടർഫോൾ. അപ്പൊ നമ്മള് പറക്കാട്ട് റിസോർട്ടിൽ എത്തി ഗൈസ്. ഞങ്ങളുടെ സർപ്രൈസ് ഇതായിരുന്നു. ഭയങ്കര സർപ്രൈസാ. അപ്പൊ വേറെ പ്രത്യേകത ജോ പ്രസവിച്ചില്ല, ഛർദിച്ചില്ല. എന്താ സയ്യോ, എവിടെ പോകണ്ട? എത്തിയല്ല, വെള്ളത്തിൽ കളിക്കാൻ പോവാ. ഇഷ്ടാണാ? മനസ്സിലായി. ഇനി യാത്രയില്ല മനസ്സിലായി. എന്റെ ഫേസിലുണ്ടത്. താഴത്തേക്ക് ഭയങ്കര ഒരു ഇറക്കമാണ് ഗൈസ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാണ്ട് വെരി വണ്ടർഫുൾ അല്ലേ? അപ്പൊ നമ്മള് പറക്കാട് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആരുടെ അടുത്തും വരില്ലാതോ. വേറെ ഒരു റിസോർട്ടും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയാണ് പറക്കാട് റിസോർട്ടിലുള്ളത്. പറക്കാട് ജുവൽസും ഈ റിസോർട്ടിലുണ്ട്. ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ പറക്കാട് ജുവൽസിലുള്ളത്. 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് തന്നെയാണ് ഗോൾഡ് ലെയറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്. 34 ഇയേഴ്സിൻ്റെ ഒരു പാരമ്പര്യമാണ് പറക്കാട് ജുവൽസിനുള്ളത്. പ്യുവർ 24 ക്യാരറ്റ് ഗോൾഡ് ആണ് ഇവർ ഗോൾഡ് ലെയറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പ്യുവർ ആർട്ടിഷൻസ് ഡിസൈൻ ചെയ്യുന്ന നോൺ ഫീഡിംഗ് ആയിട്ടുള്ള സ്കിൻ സേഫ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ആണ് പറക്കാട് ജുവൽസ് ഗ്യാരണ്ടി തരുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഗോൾഡ് ഓർണമെന്റ്സിൽ സ്റ്റോൺസ് എല്ലാം തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ടച്ചപ്പ് അല്ലേ ചേ? ലോഞ്ചിലല്ലേ? ലോഞ്ച് നല്ല ടൈൽസ് ഒക്കെ നല്ല. അതൊരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ഒരു ഹിന്ദു സ്റ്റൈൽ ലൈക്ക് അതിൻ്റെയൊക്കെ ഒരു രീതിയിലാണ് അവർ ഇവിടെ സെറ്റ് ചെയ്തേക്കണുണ്ടോ. രാവിലെ 2 പൂരി തിന്നിട്ടുള്ളൂ. എന്താണ് 2 പൂരി വെച്ചാൽ കഴിക്കാറുണ്ട്? സാധാരണ കണക്ക് 6 മിനിമം. ഈ ശരീരം കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 6 കഴിയുമെന്ന്? യെസ്. ഈ ഗൈസ് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്താ വേണ്ടത്? ഫോൺ എടുത്തു തരാന്ന് പറഞ്ഞില്ല അമ്മ. ചേരമോളെ മതിയിട്ട് ടിഷ്യൂ എടുത്ത് ഓവർ വേസ്റ്റ് കാണിക്കണ്ട. ജസ്റ്റ് ഫോർ ഓർഡർ. ഷിലു ചത്തോ? ഷിലുവിന് വയ്യെന്നാണ് ഗൈസ് പറയുന്നത്. പക്ഷെ ഷിലു കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുണ്ട്. വെരി വെരി ബെറ്റർ. ഇനി 2 വട്ടം കൂടെ ഞങ്ങളിവിടെ വന്നാൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവില്ല. എനിക്ക് വിശക്കണം അമ്മച്ചി. അപ്പം നമ്മളിവിടെ 2 മണിക്ക് അവിടെ ചെക്കിൻ വന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ഫുഡ് കഴിക്കാണ്ട് കയറി. കാരണം അവിടെ ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. 2 മണിക്ക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തി. അപ്പം അടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി ഊണ് കഴിക്കുന്നതാണ്. ഇഷ്ടമായോ ഗൈസ്? ഇപ്പം നമ്മുടെ ഇവിടെ നമ്മൾ നേരത്തെ എത്തി. ആസ് യൂഷ്വൽ നമ്മൾ 2 o'clock എത്താൻ നമ്മുടെ പ്ലാനിൽ വെച്ചാൽ 2 o'clock എത്തിയില്ല. നമ്മൾ കറക്റ്റ് 12:30 ആയപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം 1 hour ബിഫോർ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1 hour ബിഫോർ തന്നെ ഞങ്ങൾ 2 hour ബിഫോർ എത്തി ഇവിടെ. സോ ഇവിടെ വന്ന് നമ്മളിവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ലഞ്ചൊക്കെ കഴിച്ചു.
ഇനി നേരെ നിങ്ങൾ കണ്ട സ്ഥലത്തോട്ട് തന്നെ നേരെ നമ്മൾ പോവുകയാണ്. ഇവിടെ കുറേ മസാജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മസാജസ് ആരോം ഓയിൽ മസാജ്, ഹെഡ് ആൻഡ് ഫേസ്, ഫുഡ് റിഫ്ലെക്സോളജി, ഇതൊക്കെ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ജ്യൂസ് വേണം, ജ്യൂസ് എന്ത് ജ്യൂസാ? ഓക്കെ ഓക്കെ. ഇടി നിങ്ങൾക്ക് ആർക്കും വേണ്ടേ ജ്യൂസ്? സൈന വേണോ? എന്നാ അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ സ്റ്റേക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത് -1 സൈന് ഇഷ്ടപ്പെടും. ഇവിടെ പിള്ളേർ കളിക്കാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കി സേറൊക്കെ ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. പൂളൊക്കെ അവിടെ ജോ റെഡി ആയിട്ട് ഇങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ സയു ലുക്ക് ദെയർ. സയു സ്വിമ്മിംഗ് പൂൾ നോക്ക്. സയു വെള്ളം കണ്ടോ? സയു മുങ്ങി. ദിസ് ഈസ് റൂം റൈറ്റ്? കണ്ട്. അപ്പം നമുക്ക് റൂം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് റൂം കണ്ട് ഞാൻ ഓൾറെഡി ഞെട്ടിരിക്കുന്നതാണ്. ഇനി നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ജസ്റ്റ് കം. ഓട്ടോ ലോക്കായി. ഇനി ഈ ഓട്ടോ ലോക്ക് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ കുറച്ച് ഞെട്ടി. അതാണ് ഞെട്ടി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടാണ് എനിക്ക് അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്രയും പ്രീമിയം ലുക്ക് വിചാരിച്ചില്ല കേട്ടോ. സൂപ്പർ റിസോർട്ട്. ഇവൺ ആരെങ്കിലുമൊക്കെ മൂന്നാർ വഴി പോകണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോവുക. പുറത്തേക്ക് ഇറങ്ങില്ല നിങ്ങൾ എന്തായാലും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്ന് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ലിവിങ് ഏരിയ ആണ് ഫസ്റ്റ് അല്ലേ ചേ? ഈ ലിവിങ് ഏരിയയിലുള്ള സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ? സൂപ്പർ പിക്ചേഴ്സാണ് ഇവിടെ നമുക്കിവിടെ മൂഡ് ഓൺ ആകാൻ വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ടേബിളാണ് ചെയ്ത്. ടേബിൾ ഒരു സാധനം, അതിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഗ്ലാസ് തൊട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്. ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അപ്പം തന്നെ കുടിച്ച് തീർക്കാം. അനുസരിച്ചൊരു റെഫ്രിജറേഷൻ നമുക്ക് അലോ ചെയ്തിട്ടുണ്ട്. അറിയാമല്ലോ ഇവിടെ വന്ന് ഇതിനകത്ത് ആൾക്കാരുണ്ടാവില്ല. ചെയ്യാൻ പക്ഷെ കുടിക്കില്ല. ആൻഡ് ദെൻ ചെയ്യാൻ കുടിക്കുമോ? പിന്നില്ലാണ്ട് ഇന്ന് കുടിക്കുക ചെയ്യാൻ നല്ല രസം ഉണ്ടാവും കുടിച്ചോ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നു കഴിയാൻ നേരത്ത് ഇവിടെ ഇതിങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കാം കുറച്ച് നേരം. ഇവിടെ ഇരുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഉറങ്ങാം. അത്ര സൂപ്പറായിട്ടുണ്ട് ഈ സ്ഥലം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, പിക്ചറൊക്കെ സൂപ്പറാണ്. പിന്നെ ഇവിടെ കുറേ മാഗസിൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ ബോക്സ് ഉണ്ട്. പിന്നെ സയൂനും സേറൊക്കെ വേണ്ടി സ്പെഷ്യലായിട്ടാണ് തോന്നുന്നൊരു നമുക്കിരിക്കാൻ പറ്റില്ല, പിള്ളേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ഇതെന്താ വെച്ചാൽ കബോർഡാ. ഒരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെരുപ്പുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു കബോർഡും ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്നു വരാൻ നേരത്താണ് ഇവിടെ ഒരു സർപ്രൈസ്. ഇത് ഞങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾ ഹണിമൂൺ പോയിട്ടില്ല ഗൈസ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഹണിമൂൺ നിൽക്കാൻ തോന്നിയത്. നല്ല രസമുണ്ട് ഗൈസ്. ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇച്ചായൻ അപ്പുറത്ത് കിടക്കുന്നു, ഞാനിപ്പുറത്ത് കിടക്കുന്നു, പിള്ളേരെ നമ്മൾ അപ്പുറത്ത് കിടക്കുന്നു. ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട് അവർ അല്ലേ? TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു മാഗസീൻസും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചാരി ഇരിക്കാം. ഉറങ്ങണവർക്ക് ഉറങ്ങാം, ഇരിക്കണവർക്ക് ഇരിക്കാം. AC യുടെ ആവശ്യമുണ്ടെന്ന് തോന്നാം. നല്ല തണുപ്പുണ്ട് ഫാൻ ഇട്ടേനെ. സോ AC കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഇവിടെ നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ചെയ്യാം? നല്ല രസമുണ്ട് അല്ലേ? പിക്ചറിലൊക്കെ എല്ലാത്തിനും ഭയങ്കര റൊമാൻറ്റിക് സംഭവങ്ങളാണ് ഇവർ കൊടുത്തേക്കുന്നത് അല്ലേ ചെയ്യാം? അത് ബെഡ്റൂം ആയതുകൊണ്ടാവാം. ഒരു കബോർഡ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. എല്ലാവർക്കും അവിടെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം, മുഖമൊക്കെ നോക്കാം. പിന്നെ ഇവിടെ TV കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും സർപ്രൈസ്. റൂമുകൾക്കുള്ളിൽ വീണ്ടും ഒരു എക്സ്ട്രാ റൂമാണ്. കാരണം നമ്മൾ ഇത്രയും പേര് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു റൂം അവൈലബിൾ ആയി കിട്ടിയത്. അങ്ങനെ നമ്മുടെ ഇവിടെയും ഇതൊരു വിശാലമായ ബെഡ്റൂമാണ്. വേണവർക്ക് കുറച്ച് പേർക്ക് താഴ്ത്ത് കിടക്കാം, വേണമെങ്കിൽ പൊക്കത്ത് കിടക്കാം. ഇവിടെയും കൊള്ളാം, നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാം. ഇവിടെയും TV ഉണ്ട് ഗൈസ്. ഇവിടെ കിടന്ന് വേണമെങ്കിൽ TVയും കാണാം. അവിടുത്തെ TV ഇഷ്ടമില്ലാത്ത ആൾക്കാർ, TV കാണാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് TV കാണാം. അവിടെ കിടന്നുറങ്ങണമെങ്കിൽ അവിടെ കിടന്നുറങ്ങാം. പിന്നെ ഇവിടെ വിശാലമായൊരു മിററുണ്ട്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ നിന്ന് റെഡിയാകാം, അവിടെ നിന്ന് റെഡിയാകാം. വേണമെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം.
മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട്, സൂപ്പർ ബ്യൂട്ടിഫുൾ വ്യൂ. നിങ്ങളെ കാണിച്ചു തരാം. പുറത്തുനിന്ന് ഉണ്ട്, പക്ഷെ ഉള്ളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. Look there. Tea plantation and the view is very beautiful actually. ഒരു ഞാൻ മൂവിയിലൊക്കെയാണ് കണ്ടേക്കണത് ഗൈസ് ഇങ്ങനെ ഒരു വ്യൂസ് ഒക്കെ. ആക്ച്വലി അതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആകാൻ പറ്റിയത് എനിക്ക് നന്ദി പറയുന്നത് ദൈവത്തിനോട്. ആൻഡ് ദെൻ നമ്മളിങ്ങനെ ഇവിടെയും ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. ഈ ബാത്റൂം ഒരു കുഞ്ഞു ബാത്റൂമാണ്, കാരണം ഈ റൂമിൽ കിടക്കുന്ന ആൾക്കാർക്ക് കിടക്കാൻ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാനുള്ള ഒരു ബാത്റൂമാണ്. അവിടെ പോയി വീണ്ടും ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ. കാരണം ഇത്രയും വലിയ ബെഡ്റൂം ആണെങ്കിൽ എന്തായാലും ഉറപ്പാണ് കുറെ ആളുകളുണ്ടാവും. ഇഷ്ടമായാ? ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ അഗെയിൻ നമുക്ക് പുറത്തുനിന്ന് ആസ്വദിക്കണമെങ്കിൽ ആസ്വദിക്കാം. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇച്ചാന എനിക്ക് ചായ കുടിക്കാം, കോഫി കുടിക്കാം, ഇങ്ങോട്ട് നമ്മൾ ആരെങ്കിലും ബീർ അടിക്കാം. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവൂല അല്ലേ ചേ? ഇവിടെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ്, എന്തെങ്കിലും ആരും കാണാൻ സ്ഥാനത്ത് പോയിരിക്കും. രണ്ടുപേരും ഇവിടെ എൻജോയ് ചെയ്യാനാണ്. പിള്ളേർക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറെ സ്ഥലങ്ങളൊക്കെ അതാണ് കൂടുതലും ഇഷ്ടമാണ് പിള്ളേർക്ക്. ഗൈസ് അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് കുറച്ചു നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നേരെ ഇപ്പൊ എങ്ങടാ പോകണ? സ്വിമ്മിംഗ് പൂൾ. ഒരുപാട് ഫോട്ടോ സ്പോട്സ് ഉണ്ട്. പ്ലസ് നമുക്ക് ഒരു സ്ഥലവും നമുക്ക് ഇവിടെ ബോറടിക്കില്ല. അതാണ് ഒന്നാമത്തെ എനിക്ക് ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ട കാര്യം. ഞാൻ ആക്ച്വലി വീഗാലാൻഡിൽ പോകാറുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. പോണത് എന്തിനാന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാൻ വേണ്ടി മാത്രമാണ്. വേറെ ഒരു റൈഡ് എനിക്ക് കയറാൻ പേടിയാണ്. ട്രക്കിംഗ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ നടക്ക് ഇല്ല, എനിക്ക് തല ഇറങ്ങും. എനിക്ക് തല ഇറങ്ങും. നീ നടന്ന എനിക്ക് തല ഇറങ്ങും, പേടിയാ. ഇവിടെ ഭയങ്കര കളിയാണ്. ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ആയിക്കോട്ടെ തണുത്ത് ഇതിന്ന് കേറിയാലാൻ ഇപ്പൊ എനിക്ക് തണുക്കാൻ തുടങ്ങി. അത് നീ നനയാത്തോണ്ടാ. ചേറ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതായി. അപ്പൊ നമ്മുടെ ജോയും ശിരു ഇറങ്ങാൻ പോണാണ് ഗൈസ്. ജോ കുളിക്കാൻ പോണാണ്. കുളിസീറ്റ് എടി വെറുതെ തണുക്കും. നീ അങ്ങ് പോടി. ആ അവള് കാണിക്കണാണ്. ചെല്ലടി. ഞാൻ വേട്ടെ പോന്ന എന്നാ പോടി. മാമിന്റെ അടുത്ത് പോണെന്ന് എന്നാ പോടി. അവർക്ക് 10 രണ്ടുള്ളൂ. 1 2 3 4 വീടെടുത്തി. അയ്യേ എടി ഈ ഡൂളി കാണിക്കണ നോക്കിയടി. ഗൈസ് വൈബേനെ ഗൈസ് സ്വിമ്മിംഗ് പൂളില്. ഇപ്പൊ നമ്മള് റൂമിൽ നിന്നൊക്കെ ഒരു ഈവനിങ് ഇപ്പൊ ഒരു 5:15 ആയിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാൻ ജോ തണുത്ത് കോച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇവിടെ വന്നപ്പോ ജോന്റെ മുഖത്തെ പേടി നിങ്ങൾ കണ്ടോ? അതെന്താണെന്ന് കാണിച്ചരാ. വാടി ഡൂളിങ്ങാട് എല്ലാത്തിനും പേടി പേടിച്ച് എപ്പടിച്ചു വിളിക്കുന്നു. നീ വാടി ജീപ്പ് ഉണ്ട്. മാറിക്കോ. സെറമോൾ അങ്ങനെ ഉറങ്ങി. സെറമോൾ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല. നല്ല തണുപ്പുണ്ട് ഗൈസ്. ഇപ്പൊ ടൈം ഓൾമോസ്റ്റ് 5 o'clock എന്തൊക്കെ ആയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് 6 ആറായല്ലേ.
സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അമ്മച്ചിയൊക്കെ കിടന്ന് അത്ര തണുപ്പുണ്ട്. ആൻഡ് പ്ലസ് ഇന്നുള്ള തണുപ്പ് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. പിന്നെ അത് പോരാഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇവിടെ ഞങ്ങൾ അവരുറങ്ങിയല്ലോ, പിള്ളേരും അമ്മച്ചിയൊക്കെ റൂമിലിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഈവനിങ് വാക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ഒരു സീനറി കണ്ടതാണ്. ഐ തിങ്ക് അവിടെ ഇങ്ങനെ ചില്ല് ചെയ്യാനുള്ളൊരു സ്പോട്ടാണ്. അവിടെ ഇപ്പോൾ കുരങ്ങന്മാർ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കുരങ്ങന്മാരാണ്. നമ്മൾ ബാൽക്കണി പോലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്തിട്ടൊന്നും നമുക്ക് റൂം ക്ലോസ് ചെയ്ത് പോകാൻ പറ്റില്ല. റൂമിനുള്ളിൽ കയറി എല്ലാ സാധനം എടുത്തുകൊണ്ട് പോകുന്ന പറഞ്ഞത്. സോ ബാൽക്കണി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഈവൻ സയൻസ് ഫെയറൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഒരു കുരങ്ങനെ ഓടി ചാടി വന്നപ്പോൾ ഇവർ വേഗം ബാൽക്കണി ക്ലോസ് ചെയ്ത് അകത്ത് കയറി. കാരണം അത്രയും സൂപ്പർ വ്യൂ ആണ്. നമുക്ക് റൂമിലിരുന്ന് തന്നെ കുരങ്ങന്മാരുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. എന്തൊരു ഫോട്ടോ എടുക്കായിരുന്നു. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞു. 2-ാം തീയതി ആയിട്ടുള്ളൂ. ഹാപ്പി ന്യൂ ഇയർ കഴിഞ്ഞത് ഗൈസ്. ന്യൂ ഇയർ ആണിത്. ഞാൻ ജോന കിസ് ചെയ്യാൻ പോണേ തന്നില്ല. ആൾക്കാരായി എനിക്ക് ജോനാണോ, പക്ഷെ ഞാൻ കൊടുക്കും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയതാണ് കേട്ടോ. വേറെ എല്ലാ റിസോർട്ടും അത്യാവശ്യം നമ്മൾ റിസോർട്ട്സിലൊക്കെ പോകാനുള്ള ഈ ചേട്ടൻ പറയും ഈ റിസോർട്ട് ഇപ്പോൾ നമ്മൾ കവർ ചെയ്തല്ലോ, ഈ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമുക്ക് വേറെ റിസോർട്ടിൽ പോകാമെന്ന് പറയുന്നത്. ഈ ചേട്ടൻ തന്നെ ഇവിടെ വന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മൊത്തം അത് വ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഉണ്ടോ, ഓരോ ഫ്ലോറും ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു ഫ്ലോർ എന്ന് പറയുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇവിടെ വന്നപ്പോൾ ഈ ഒരു റൂമിൻ്റെ ആംബിയൻസ് ഒക്കെ നമ്മൾ പുറത്ത് നിന്നാണ് കാണുന്നത്. സോ നമുക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഈ റൂം എടുക്കുക വെച്ചാൽ. പിന്നെ ഇവിടെ ഒരു കേവ് റൂം എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഓക്യുപ്പൈഡ് ആണോ എന്നറിയില്ല. നമ്മൾ വിളിച്ചപ്പോൾ അവിടെ ഓക്യുപ്പൈഡ് ആയിരുന്നു. നമുക്ക് ഈ ബുക്കിംഗ് ഡേറ്റിൽ ഉണ്ടായിരുന്നില്ല. നമുക്ക് കേവ് റൂം തന്നെ നമുക്ക് തന്നാനേ. സോ ഓക്യുപ്പൈഡ് അല്ലെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് എന്താണെന്ന് നാളെ നമുക്കത് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഫോട്ടോ സ്പോട്ട്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് പുറത്ത് ഇന്ന് മൂന്നാർ എവിടെയെങ്കിലുമൊക്കെ പോയി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിക്കില്ല. എവിടെ നിന്നാലും ഫോട്ടോ സ്പോട്ട് ഇവർ പുറത്തുനിന്നുള്ള വ്യൂവും കിട്ടും. അവൻ ഇവർ തന്നെ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും. ഇവൻ നല്ല ഇൻഫ്ലുവൻസേഴ്സൊക്കെയാണ്. അതാണ് കൂടുതലും ഇൻഫ്ലുവൻസേഴ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു പറക്കാട് റിസോർട്ട് ചൂസ് ചെയ്യണത്. ഞാൻ എന്താണ് എല്ലാവരും പോകണ്ടല്ലോ ഇവിടെയെന്ന്. സോ റീസൺ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഒരുപാട് വീഡിയോ എടുക്കാനും റീൽ ചെയ്യാനും ഇവൻ കുറേ ഫോട്ടോ സ്പോട്ട്സും അങ്ങനെ ഒരുപാട് ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഈവൻ ഫാമിലി ഫ്രണ്ട്സ് ആരൊക്കെയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വന്നവരാണെങ്കിൽ ഷുവർ എന്തായാലും നിങ്ങൾക്ക് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ വന്നവരെ എനിക്കിതൊരു എന്താ പറയുക നോർമൽ റിസോർട്ടായിരുന്നു. ബട്ട് ഇവിടെ വന്നപ്പോൾ ശരിക്കും ഇതെനിക്കൊരു ന്യൂ ഇയർ ഗിഫ്റ്റായിരുന്നു. ഓ ഹെഡ് ഗൈസ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇങ്ങനെ കുന്നും മല അങ്ങനെയാണ് ഗൈസ്. സോ നമ്മളിപ്പോൾ എൻട്രൻസ് എത്തി ഗൈസ്. ഇനി നമ്മൾ ഈ വഴി സ്റ്റെപ്പും സ്റ്റെയറൊന്നും കയറാനുള്ള ലിഫ്റ്റിൽ കയറി റൂമിൽ വാ. ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ്. യെസ് എക്സാക്ട്ലി. നമ്മുടെ മൂഡ് ഓക്കെ ആവണമെങ്കിൽ എന്ത് വേണം ഫസ്റ്റ്? വയറ് നിറച്ച് തിന്ന. ഈ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ചിരുന്ന് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. സോ ഡിന്നറാണ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത്. സോ ഡിന്നർ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് എപ്പോഴും സ്റ്റാർട്ടേഴ്സ് ഉണ്ടാവും. സ്റ്റാർട്ടേഴ്സ് അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് ഡിന്നറിലേക്കാണെന്ന് എന്തൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സൂപ്പിലാണ്. അത് 2 കൈൻഡ് ഓഫ് സൂപ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് സ്വീറ്റ് കോൺ വെജ് സൂപ്പും ഉണ്ട്, നാട്ടുകോഴിയുടെ സൂപ്പും ഉണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ് നാട്ടുകോഴിയുടെ സൂപ്പ്. ഈ കോൺ വെജ് സൂപ്പ് ആൻഡ് ഈ സൂപ്പ് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതെനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ കഴിക്കാൻ പോകുന്നത് നാട്ടുകോഴിയുടെ സൂപ്പായിരിക്കും. ആ സ്മെല്ലേ സാധാരണ സൂപ്സ് തുറക്കാൻ നേരത്തെ ഒരു വേറെ കൈൻഡ് ഓഫ് സ്മെല്ലുണ്ട്. സത്യം പറഞ്ഞാൽ നാട്ടുകോഴിയുടെ സൂപ്പ്. പിന്നെ ചിക്കൻ 65 ഉണ്ട്. പിന്നെ ഹ്യൂനാൻ ഫിഷ് എന്താ സംഭവം, ഒരു ചില്ലി ചിക്കൻ കൈൻഡ് ഓഫ് അല്ലേ, ആ ഒരു സ്റ്റൈൽ ഓഫ് ഫിഷാണ്. പിന്നെ ചിക്കൻ മസാല. ഇപ്പം ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമല്ല, ഗ്രേവി ടൈപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും ഉണ്ട്. ചിക്കൻ മസാല നോർമൽ നമ്മുടെ ചിക്കൻ കറി പോലത്തെ സംഭവമാണ്. ആൻഡ് ദെൻ ഫിഷ് കറി അമ്മച്ചി തകർക്കും. അമ്മച്ചിയുടെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. നല്ല എരിവ് മുളകിൽ. അമ്മച്ചി ഇന്നും കൂടെ പറഞ്ഞോളൂ ഉച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പ കഴിക്കണമെന്ന്. അമ്മച്ചിയുടെ ആഗ്രഹം പോലെ കപ്പ നല്ല സൂപ്പർ കപ്പ കേട്ടാൻ. ഞാനും ഒരു കപ്പ ഫാനാണ് ഗൈസ്. ആൻഡ് ദെൻ ഇവൻ ഇങ്ങനെയുള്ള ഫുഡ്സൊന്നും ഇഷ്ടമല്ല. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം എന്തായിരിക്കും, ന്യൂഡിൽസ് പാസ്ത കൈൻഡ് ഓഫ് ഫുഡ്സ് ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഇവിടെ അതുകൊണ്ട് ഗൈസ് പാസ്ത ഇത് ഞാൻ എന്തായാലും തകർക്കും കേട്ടോ ഗൈസ്. ആൻഡ് ദെൻ പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ. പിന്നെ എന്താ പറയണ പപ്പട ഐറ്റംസ് അല്ലേ, പപ്പട ഐറ്റംസ് ഗൈസ്. പപ്പടം ഉണ്ട്. പിന്നെ ഇത് ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ഫുഡ്സ്. ആൻഡ് ദെൻ ഇത് ദാൽ ഫ്രൈ ആണ്. പിന്നെ സിറിയൽസ് ഐറ്റംസ് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ
ദാൽ ഫ്രൈ ഉണ്ട്, പനീർ ബട്ടർ മസാല. ഇവൻ ഇന്ന് പനീർ ബട്ടർ മസാല അത് ഇഷ്ടപ്പെടാത്ത ആരുണ്ടല്ലോ, അമ്മച്ചി ഇന്നും കൂടെ വന്നവഴിക്ക് ഇതൊക്കെ പറഞ്ഞോളൂ, നമുക്ക് വീട്ടിൽ പോയിട്ട് പനീർ ഉണ്ടാക്കണമെന്ന്. എല്ലാ സാധനവും അമ്മച്ചിക്ക് ഇന്ന് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അതൻ ബിന്ദി മസാല. ബിന്ദി മസാലയെ കണ്ടിട്ട് അതൻ ഗോബി സാൾട്ട് ആൻഡ് പെപ്പർ, കോളിഫ്ലവർ. വെജ് ആയിട്ട്, ഇവൻ നോൺ വെജ് മാത്രമല്ല വെജ് ഇഷ്ടമുള്ള ആളുകൾക്കും അവർ ഒട്ടും എന്താ പറയുക ഡിസാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഇവൻ അതും അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സംഭവമാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പിന്നെ വെജ് ന്യൂഡിൽസ് ആണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ സൈക്കോട്ടെ എന്തായാലും കഴിച്ചോളും ഫുഡിൽ നിന്ന്. വെജ് ന്യൂഡിൽസ് ഉണ്ട്. പിന്നെ റൈസസ് ആണ് ഇതൊക്കെ. കർഡ് റൈസ് ഉണ്ട്. ആൻഡ് ദെൻ രസം. ചുമയൊക്കെ ഉണ്ടെങ്കിലേ നല്ല തണുപ്പ് സമയമാണല്ലോ, അപ്പോൾ എന്തായാലും തൊണ്ടക്കൊക്കെ എല്ലാവർക്കും നല്ല പ്രശ്നമായിരിക്കും അവിടെ വരുമ്പോൾ. സോ അതിന് മരുന്ന് വരെ ഉണ്ട് ഇവിടെ. രസം ഒരു നല്ലൊരു മെഡിസിനാണ് ആക്ച്വലി. ആൻഡ് ദെൻ നോർമൽ ബോയിൽഡ് റൈസ്. ആൻഡ് ദെൻ പുലാവ്. പുലാവൊക്കെ വേറെ ലെവല് ഗൈസ്. ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്, മീൻ വറുത്തോണ്ടിരിക്കുകയാണ് റിസോർട്ടിൽ വന്നിട്ട് ഗൈസ്. ഇവിടെ ലൈവ് കിച്ചനും അവൈലബിൾ ആണ് ഗൈസ്. നമുക്ക് ഈ ഫുഡൊക്കെ ഇവിടുന്ന് കഴിക്കുന്ന സമയത്ത് ഇവിടുന്ന് കാണാം, ലൈവായിട്ട് ഇവിടെ കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ നമ്മുടെ ലൈവ് കിച്ചൺ കണ്ടു, നമ്മുടെ ഫുഡിൻ്റെ മെനൂസൊക്കെ കണ്ടു. ഇതൊക്കെ കഴിച്ചാണെങ്കിൽ നമുക്കൊരു ഇച്ചിരി മധുരം ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് വിടാൻ തോന്നും. സോ അതിനും ഇവിടെ അവൈലബിലിറ്റി ഉണ്ട്. ദെൻ സ്വീറ്റ്. This is the area of dessert area. So my dessert, sweets, dessert. സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് ഒക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. കുട്ടികളൊക്കെ ഈ പരിസരത്തൊന്നും എന്തായാലും പോകത്തില്ല, കാരണം അത്രയും വൈഡ് വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ആൻഡ് ഡെസേർട്ട്സ് ആൻഡ് ദെൻ സാലഡ്സ് അല്ലേ. ഇഷ്ടം പോലെ സാലഡ്സ് ഉണ്ട്. ഈവൻ വെജ് സാലഡ്സും ഉണ്ട്, നോൺ വെജ് സാലഡ്സ് ഉണ്ട്. ഈവൻ ഞാൻ ഈ സംഭവം ഒന്നും കഴിച്ചിട്ട് കൂടിയില്ല ഗൈസ്. എന്തൊട്ട് സാധനം പോലും എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ കൈ കഴിഞ്ഞിട്ട് അതാണ് ഞാൻ ചോദിച്ചു ഗൈസ്. ഈ ഒരു ഐറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഈ പുളിമിഠായി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? ആ ഐറ്റം ഇവിടെ ഉണ്ട് ഗൈസ്. ആൻഡ് ദെൻ ഇത് ഞാൻ കണ്ടില്ല, എന്താ സാധനം? കീലുമിഠായി. സ്വീറ്റ്സ് ഐറ്റത്തിൽ തന്നെ പിന്നെ സൈൻ്റെ മോസ്റ്റ് സ്പെഷ്യൽ ഫേവറേറ്റ് ഐറ്റം കപ്പലണ്ടി മിഠായി. ഇതെന്താ? പുളിമിഠായി എടുക്കാൻ പറ്റുള്ള. ഇതെൻ്റെ ഫേവറേറ്റ് ഗൈസ്. എന്തൊരു സാധനമാണ്? എള്ളുണ്ട. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടേക്കണ സ്വീറ്റ്സ് ആണ്. എൻ്റെ പൈനാപ്പിൾ പാസ്ട്രി ഉണ്ട്. സയോ ഇന്നൊരു തകർക്കും ഗൈസ്. ഒരു പ്രീമിയം ലെവൽ ആയിട്ട് 2 days ഒക്കെ, ഒരു 3 days 1 week ഒക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഏരിയ ആയിരിക്കും. അതിന് ഏതൊരു കാറ്റഗറിയുള്ള ആളുകൾക്കും അഫോർഡബിൾ റേറ്റിനാണ് അവർ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവർ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സും അവൈലബിൾ ആണ്. ഇനിയും നമുക്ക് കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇത് കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ വന്നിറങ്ങിയപ്പോൾ കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഇന്ന് ഡിന്നറാണ്, നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ചു തരാം, ലഞ്ച് കാണിച്ചു തരാം, അങ്ങനെ എല്ലാം കാണിച്ചു. ഗൈസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നും എടുത്തിട്ടില്ല, എൻ്റെ പാത്രങ്ങളെ അറിയാൻ എനിക്ക്. മീൽസ് ആൻഡ് മെമ്മറീസ് ആർ മെയ്ഡ് ഹിയർ. എക്സാക്ട്ലി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ നടന്നു വരുമ്പോൾ കാണുന്ന കുറേ കോട്ട്സുകളാണ്. അപ്പോൾ എന്തിനും ഇത്രയും കോട്ട്സ് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ മാനേജ്മെൻറ്റ് സിസ്റ്റം എല്ലാം അതിന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഈ ഓരോ കോട്ട്സിനും അവരത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ഗുഡ് ഫുഡ് ഈസ് ഗുഡ് മൂഡ് മെയ്ഡ് വിത്ത് ലവ്, എ ലിറ്റിൽ സൈലൻസ് ഓഫ് ഹെവൻ. ഡെഫിനറ്റ്ലി ദിസ് ഇസ് എ ഹെവൻ. ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും സ്വർഗ്ഗമായിരിക്കും ഗൈസ്. ആൻഡ് ദെൻ നമുക്കിന്ന് റൂമിലേക്ക് പോകാം. ആയിക്കോട്ടെ, വൈബിയാണ് ഗൈസ്. ഇവിടെ കിഡ്സിന്റെ ഒരു പ്ലേയിങ് ഏരിയ ഉണ്ട്. ബോറടി ഇല്ല, അതായത് 3:30 വന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയില്ല എന്നുള്ളതിന്റെ ബോറടി ഇതുവരെ തോന്നിയിട്ടില്ല. സൂപ്പർ അടിപൊളി. ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും പറക്കാട്ട്. ഓക്കെ സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ റിസോർട്ട് എക്സ്പീരിയൻസ്. അതെ. സൈവ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സൂപ്പർ. What do you feel? ഇങ്ങനെയൊക്കെ ഇന്ന് ഫീൽ എന്ന് വെച്ചാൽ അപ്പോൾ നമ്മളിവിടെ വന്ന് ഫുൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി നാളത്തെ വൈബാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇന്ന് വന്നത് ഒരു ഉച്ച സമയമാണ്. ഇനി നാളത്തെ മോർണിംഗ് വൈബാണ് നമുക്ക് അറിയേണ്ടത്. എന്താ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച്. നാളത്തെ മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയായിരിക്കും പറയുന്നത്. പിന്നെ അതുപോലെ നാളെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേവ് റൂം കാണിച്ചിട്ടാന്നുള്ളത്. കേവ് റൂം കാണാൻ പോവാം. ഡെഫിനറ്റ്ലി നമുക്ക് കാണാൻ പറ്റും. നമ്മളത് ചോദിച്ചപ്പോഴത്തേക്കും മോർണിംഗ് ഒരു 11-11:30 ആകുമ്പോഴത്തേക്കും അത് നമുക്ക് ഫ്രീ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റും.
2 ജാനുവരിയാണ് ഇന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോൾ നമ്മൾ അത്യാവശ്യം ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നാളെ നമുക്ക് കാണാം. ഓക്കെ.